എൻ്റെ പേര് സോണു അഗസ്റ്റിൻ. ഞാൻ സുരക്ഷ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ചെയർമാനാണ്. എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു പറ്റം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തികളും മുല്ലപ്പെരിയാർ സമരസമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാരും ഒക്കെ ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ സുരക്ഷയെ ലക്ഷ്യമാക്കിക്കൊണ്ട് സുരക്ഷ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിൻ്റെ സുരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 125 വർഷത്തോളം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം മധ്യ കേരളത്തിൻ്റെ ഉയർത്തുന്ന ഭീഷണിയിൽ നിന്നുള്ള സുരക്ഷയാണ് ലക്ഷ്യമാക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ കടൽ നിരപ്പിൽ നിന്ന് 850 മീറ്റർ ഉയരത്തിലാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ജലസംഭരണി നിലകൊള്ളുന്നത്. 800ഓളം ഏക്കർ സ്ഥലത്ത് കെട്ടിനിൽക്കുന്ന വെള്ളമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ആ തടയണ തമിഴ്നാട്ടിലെ 5 ഗ്രാമങ്ങൾക്ക് കൃഷി ആവശ്യത്തിനായി ജലം ലഭ്യമാക്കുന്നതിന് വേണ്ടി 1896 നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചത്. ഏകദേശം 50 മുതൽ 60 വർഷം വരെയാണ് ആധുനിക കാലത്ത് നിർമ്മിക്കുന്ന ഡാമുകളുടെ ജീവിത ദൈർഘ്യം, ലൈഫ് സ്പാൻ എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 125 വർഷങ്ങൾക്ക് ശേഷവും ഇത്ര ഭയാനകമായ രീതിയിൽ ഉയർന്ന സ്ഥലത്ത് പഴയ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉയർത്തുന്ന ഭീഷണി കേരളത്തിലെ 5 ജില്ലകൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഡാമിൻ്റെ ജന്മം എങ്ങനെയായിരുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1800കളിൽ തന്നെ മരുഭൂമി സമാനമായ അവസ്ഥയിലായിരുന്ന തമിഴ്നാട്ടിലെ തെക്കൻ പ്രദേശങ്ങൾ, അഥവാ ഇന്നത്തെ മധുര, തേനി, ഡിണ്ടുഗൽ, രാമനാഥപുരം, ശിവഗംഗ ജില്ലകൾ ഉൾപ്പെടുന്ന പ്രദേശം കൃഷിക്ക് അനുയോജ്യമല്ലാത്തതിനാൽ ജനങ്ങൾ വളരെയധികം ക്ലേശകരമായ രീതിയിൽ ഉള്ള ജീവിതാവസ്ഥയിലായിരുന്നു. ഇവിടെ ജലം ലഭ്യമാക്കിയാൽ ഈ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ഭക്ഷണവും ഒക്കെ ആകും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അന്നത്തെ മദ്രാസ് പ്രസിഡൻസി എങ്ങനെയും ഇവിടെ ജലം ലഭ്യമാക്കുവാൻ വേണ്ടി തിരുവിതാംകൂറുമായി ചർച്ച ചെയ്ത് തിരുവിതാംകൂറിൻ്റെ അധീനതയിലായിരുന്ന ഈ മുല്ലപ്പെരിയാർ ഇറിഗേഷൻ പ്രൊജക്റ്റിൽ ഉൾപ്പെട്ട 8000 ഏക്കർ സ്ഥലം, ഇന്നത്തെ കുമളി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ പാട്ടക്കരാർ വ്യവസ്ഥയിൽ ഏറ്റെടുത്ത് അവിടെ ഒരു തടയണ സൃഷ്ടിച്ച് വെള്ളം തടഞ്ഞു നിർത്തി സംഭരിക്കപ്പെടുന്ന ജലം 8000 ഏക്കറിൽ സംഭരിക്കപ്പെടുന്ന ജലം ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ തമിഴ്നാട്ടിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോയി കൃഷിക്ക് അനുയോജ്യമാക്കുക എന്ന ആശയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കരാറിൽ ഏർപ്പെടുന്നത്. തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് വഴികളില്ലാത്തത് കൊണ്ട് ആ കരാറിലേക്ക് ഒപ്പിടുന്ന ഒരു അവസ്ഥ സംജാതമാവുകയാണെന്ന് തോന്നുന്നു. ഏതായാലും മദ്രാസ് പ്രസിഡൻസിയും തിരുവിതാംകൂർ രാജ്യവും തമ്മിൽ ഏർപ്പെട്ട ഈ കരാറിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വ്യവസ്ഥ ഇതിൻ്റെ കാലദൈർഘ്യമാണ്. 999 വർഷത്തേക്കാണ് പ്രാഥമികമായി ഈ കരാറിൻ്റെ കാലദൈർഘ്യം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി പറയുന്നു, 999 വർഷം പൂർത്തിയാകുന്നതിന് 6 മാസങ്ങൾക്ക് മുമ്പ് ഈ പാട്ടക്കരാറിൻ്റെ കാലാവധി നീട്ടിത്തരണമെന്ന് പാട്ടക്കാരൻ ഭൂവുടമയോട് ആവശ്യപ്പെട്ടാൽ ഭൂവുടമ ഇതിൻ്റെ കാലദൈർഘ്യം തുടർന്നു വരുന്ന 999 വർഷക്കാലത്തേക്ക് നീട്ടിക്കൊടുക്കേണ്ടതാണ്. എന്നുവെച്ചാൽ രണ്ടാമത്തെ കാലദൈർഘ്യത്തിലും അവസാനിക്കുന്നതിനും 6 മാസം മുമ്പ് ചോദിച്ചാൽ മൂന്നാമത്തെ 999 വർഷം അതിനെ തുടർന്ന് ആരംഭിക്കണം, അല്ലെങ്കിൽ ആരംഭിക്കും. ഇങ്ങനെ നോക്കിയാൽ ലോകാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പാട്ടക്കരാറാണ് 1886 ഈ ഭൂവുടമയായ തിരുവിതാംകൂർ രാജ്യവും പാട്ടക്കാരായ ബ്രിട്ടീഷ് പ്രസിഡൻസി തമ്മിൽ ഒപ്പുവെച്ചത്. ഇത് ഒട്ടേറെ നിയമപ്രശ്നങ്ങൾക്ക് സുപ്രധാനമായ കേസിൽ ഇത് സുദീർഘമായി ചർച്ച ചെയ്യുകയും ആ കേസിൻ്റെ വിധി 2014 വന്നപ്പോൾ പുറപ്പെടുവിച്ച ഉത്തരവിൽ ബ്രിട്ടീഷ് പ്രസിഡൻസിയുടെ പിന്തുടർച്ചക്കാരായിട്ട്
തമിഴ്നാട് സംസ്ഥാനവും തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ പിന്തുടർച്ചാവകാശി എന്നുള്ള നിലയിൽ കേരള സംസ്ഥാനവും തമ്മിൽ നിയമപരമായി നിലനിൽക്കുന്ന ഒരു കരാറാണ് 1886 പാട്ടക്കരാർ എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യ ലബ്ധിയോടുകൂടി 1947 ബ്രിട്ടീഷുകാർ ഏർപ്പെട്ട പല കരാറുകളും റദ്ദായി പോയെങ്കിലും ഈ കരാർ നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി പറയുവാനുള്ള കാരണം 1970 ഈ കരാർ തമിഴ്നാട് സംസ്ഥാനവും കേരള സംസ്ഥാനവും തമ്മിൽ പുതുക്കി വ്യവസ്ഥകളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തി ഈ കരാറിന് പുതുജീവൻ നൽകി എന്ന് സുപ്രീം കോടതി വ്യക്തമായി കക്ഷികളെ അറിയിച്ചുകൊണ്ട് ഉത്തരവിൽ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ബാധ്യതയായി ഭരണകർത്താക്കളുടെ ആലോചനക്കുറവ് മൂലം ഈ പാട്ടക്കരാർ നിലനിൽക്കുകയാണ്. കേരളത്തിന് ഇനി എന്താണ് ചെയ്യുവാനുള്ളത്? നമുക്കറിയാം, ഇന്ന് ഒരു ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ ഓരോ യാത്രക്കാരും, മുൻ ഓടിക്കുന്നയാളും പിന്നിലെ യാത്രക്കാരനും ഹെൽമറ്റ് ധരിക്കണമെന്ന് സംസ്ഥാന ഗവൺമെൻറ് നിഷ്കർഷിച്ചിരിക്കുകയാണ്. അതുപോലെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. നല്ല കാര്യമാണ്, സുരക്ഷയാണ് ലക്ഷ്യം. എന്നാൽ 125 വർഷമായിട്ട് 850 മീറ്റർ അടി പൊക്കത്തിൽ നിലനിൽക്കുന്ന ഒരു ഡാമിൻ്റെ അപകടാവസ്ഥയിൽ നിന്ന് ഈ സംസ്ഥാനത്തെ 5 ജില്ലകളിലെ ജനങ്ങളെ, അവരുടെ ജീവനും സ്വത്തും, അതുപോലെ തന്നെ വ്യവസായങ്ങൾ, രാജ്യരക്ഷയെ സംബന്ധിക്കുന്ന വലിയ വലിയ ബൃഹത്തായ സ്ഥാപനങ്ങൾ, ഇന്ത്യൻ നേവി, അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, നാഷണൽ ആമുനേഷൻ ഡിപ്പോ തുടങ്ങിയ വലിയ സംരംഭങ്ങൾ ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ അപകടകരമായ അവസ്ഥയിൽ തുടരുന്ന മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി സംസ്ഥാന ഗവൺമെൻറ് മൗനം പാലിക്കുന്നു. അല്ലെങ്കിൽ അത് സുരക്ഷിതമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട, ഇങ്ങനെയുള്ള തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള മറുപടി നൽകാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തെപ്പറ്റി ആരെങ്കിലും സംസാരിച്ചാൽ പുതിയ ഡാമിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും ഒക്കെ അനുകൂലമായി പ്രതികരിച്ചാൽ പുതിയ ഡാം വരും എന്നൊക്കെയുള്ള തൊടുന്യായങ്ങളാണ് ഗവൺമെൻറ് ജനങ്ങളോട് പറയുന്നതായിട്ട് മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ നാം ഈ കരാറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ കരാർ നിയമങ്ങൾ, ലോ ഓഫ് കോൺട്രാക്റ്റ് അനുസരിച്ച് 2 വിഭാഗങ്ങൾ തമ്മിൽ, വ്യക്തികളോ സ്ഥാപനങ്ങളോ രാജ്യങ്ങളോ എന്തുമാകട്ടെ, 2 വിഭാഗം തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ എങ്ങനെയാണെങ്കിലും ആ കരാറ് എങ്ങനെ നടപ്പാക്കണം, എങ്ങനെയാണ് അത് അവസാനിപ്പിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം അതിൽ വ്യക്തമായി എഴുതിയിരിക്കും. ഇനി അഥവാ ഏതെങ്കിലും വിഷയം എഴുതി ചേർക്കുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിയമം പറയുന്നു അത് കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ച് അത് കൈകാര്യം ചെയ്യപ്പെടും. അഥവാ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് മധ്യസ്ഥ ശ്രമത്തിലൂടെയോ കോടതികളിലൂടെയോ തീർപ്പാക്കുമ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, ഈ വ്യവഹാരം ഇന്ത്യയിലാണ് നടക്കുന്നതെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ച് അതിന് തീർപ്പ് കൽപ്പിക്കുമെന്നാണ്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, മുല്ലപ്പെരിയാർ ലീസ് ഡീഡ് എന്ന് പറയുന്ന മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ ഈ കരാറ് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടതെന്ന് എഴുതിയിട്ടില്ല. അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കാലദൈർഘ്യം ലോക അവസാനം വരെ ആയിട്ട് അത് എഴുതി തയ്യാറാക്കിയവർ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അത് അപ്പാടെ അംഗീകരിച്ചുകൊണ്ടാണ് അത് തിരുവിതാംകൂർ 1886 ഒപ്പിട്ടത്.
അത് അപ്പാടെ അംഗീകരിച്ചുകൊണ്ട് 1970 കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് പുതുക്കിക്കൊടുത്തു. അന്ന് ഇതിൻ്റെ കാലദൈർഘ്യം കുറച്ചു കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ ഇത് കരാർ റദ്ദാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പ്രത്യക്ഷമായി എഴുതി ചേർക്കുവാനോ ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടായിട്ടും ആലോചനക്കുറവ് മൂലമോ അല്ലെങ്കിൽ നോട്ടക്കുറവ് മൂലമോ അല്ലെങ്കിൽ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ആ കാര്യം പരാമർശ വിധേയമാക്കിയതേയില്ല. ആയതിനാൽ ഈ കരാർ എങ്ങനെ റദ്ദാക്കുമെന്ന് എങ്ങും എഴുതിയിട്ടുമില്ല. എന്നാലും സാധാരണ വ്യക്തികൾ സൂക്ഷ്മമായി ഈ കരാർ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, വ്യക്തമായ വ്യവസ്ഥ എഴുതി വച്ചിട്ടില്ലെങ്കിലും ഈ കരാർ നിയമപരമായി റദ്ദാക്കുവാൻ സാധിക്കും. അതിനുള്ള സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ കരാറിൽ പ്രത്യക്ഷമായിട്ടില്ലെങ്കിലും പരോക്ഷമായിട്ട് നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ആയതിനാൽ സുരക്ഷാ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ കാലഹരണപ്പെട്ട ഈ മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ഭീഷണിയിൽ നിന്ന് കേരളത്തെ സുരക്ഷിതമാക്കുന്നതിനായി ഈ പാട്ടക്കരാർ റദ്ദാക്കുന്നതിന് വേണ്ട നിർദ്ദേശം കേരള സംസ്ഥാനത്തിന് നൽകണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുകയും ഇന്ന് ആ ഹർജി സുപ്രീം കോടതിയുടെ മുമ്പാകെ നിലനിൽക്കുന്നതുമാണ്. ഈ ഹർജിയിലും സുരക്ഷയുടെ നിലപാടിലും ഒക്കെ ഒരു കാര്യം വളരെ സുവ്യക്തമാണ്. പാട്ടക്കരാർ അനുസരിച്ച് തമിഴ്നാടിന് ഈ കഴിഞ്ഞ 125 വർഷമായി ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ജലത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുറയാതെ ഈ പാട്ടക്കരാർ റദ്ദാക്കണമെന്നാണ് സുരക്ഷ ആവശ്യപ്പെടുന്നത്. തുടർന്നും തമിഴ്നാടിന് ജലം ലഭ്യമായിക്കൊണ്ടേയിരിക്കും. എന്നാൽ അത് പാട്ടക്കരാറിൻ്റെ വ്യവസ്ഥയിൽ ഭീഷണികൾക്ക് വിധേയമായിക്കൊണ്ടല്ല, മറിച്ച് മാനവിക സംസ്കാരത്തിൻ്റെ പരസ്പര സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ സഹോദരങ്ങൾക്ക് ജലം ആവശ്യമാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ഇക്കാലം അത്രയും ലഭിച്ച ജലം ഇനിയും ഞങ്ങൾ ലഭ്യമാക്കും എന്നുള്ള ഉറപ്പ് കൊടുത്തുകൊണ്ട് കേരള സമൂഹം ഈ കരാർ കേരളത്തിൻ്റെ 5 ജില്ലകളുടെ വിനാശത്തിന് കാരണമാകുമെന്നതിനാൽ റദ്ദാക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. പ്രവർത്തന രേഖകൾ സുരക്ഷാ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അധികാരികളുടെ മുമ്പാകെ അത് സമർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ജലവിഭവ വകുപ്പ് മന്ത്രിക്കും ജലവിഭവ വകുപ്പിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്കുമൊക്കെ അതുപോലെ കേന്ദ്ര ജല കമ്മീഷനിലുമൊക്കെ ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മൾ ആദ്യം കത്തുകൾ നൽകി. അതിൽ അവിടുന്ന് ഒന്നും കത്ത് കൈപ്പറ്റി എന്ന മറുപടിക്ക് അപ്പുറം മറ്റു ക്രിയാത്മകമായ യാതൊരു നടപടിയും ഇല്ലാത്തതിനാൽ കോടതിയെ സമീപിക്കുവാൻ സുരക്ഷാ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് നിർബന്ധിതമാകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കരാർ തമിഴ്നാട്ടിന് പൂർണ്ണമായ അളവിൽ ജലം ലഭ്യമാക്കിക്കൊണ്ട് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ റദ്ദാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്.